ഹായ് ഫ്രണ്ട്സ്, ടാരറ്റ് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. തിങ്കളാഴ്ച ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്കുള്ളത് എന്താണെന്ന് നോക്കാം. കാർഡ് ഷഫിളായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും കാർഡായി എടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം എന്താ ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്ന്. പിന്നെ ഷോപ്പിലേക്ക് എടുത്തേക്കുന്ന കാർഡ്സ് 4 of Swords, 2 of Wands, Ace of Swords, 10 of Swords, Strength, the Tower, Ace of Wands, 6 of Wands, 3 of Cups. ഇത്രയാണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങളിന്ന് നല്ലതുപോലെ റെസ്റ്റ് എടുക്കാനും നിങ്ങൾ കുറച്ച് പ്രാർത്ഥന നിങ്ങൾ കുറച്ച് കൂട്ടാനൊക്കെ ഡിവൈൻ്റെ മെസ്സേജ് ഉണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു ശത്രുവിൻ്റെ ശരിക്കും കാണിക്കുന്നുണ്ട്. ഒരു 2-3 ദിവസം കൊണ്ടേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻഡ് ആവുന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന നല്ലതുപോലെ കൂട്ടുമ്പോഴാണ് അതിൻ്റെ സ്ട്രോങ് ഒക്കെ കുറഞ്ഞ് അത് എൻഡ് ആവുന്നത്. അപ്പോൾ ആരുടെയൊക്കെ എന്തോ പറച്ചിലിൽ വരുന്ന ദോഷങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഏസ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മെഡിറ്റേഷനിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ നിങ്ങൾക്കത് ഇതൊക്കെ തട്ടി മാറ്റി നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പൈസ പരമായിട്ട് എന്തോ ഭയങ്കര വിഷമമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് വരുന്നില്ല ആ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ ഈ ഒരു ദോഷം കൊണ്ടായി ഇച്ചിരി തടസ്സം വന്നിരിക്കുന്നത്. ഇപ്പോൾ കിടന്ന് ബുദ്ധിമുട്ടുന്ന പൈസയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നതൊക്കെ ഈ ശത്രു ആരാ നിങ്ങളുടെ വീട്ടിലുള്ള ആരൊക്കെ തന്നെ അവരുടെ ആ ഒരു പ്രാക്കിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇത്രയും വിഷമം പൈസയുടെ കാര്യത്തിൽ. ഇപ്പോൾ ടവർ വന്നിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡായിട്ട് ഇന്ന് എന്തോ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നുണ്ട്. അപ്പം സ്ട്രെങ്ത് ഉണ്ട്. 6 of Wands ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഈ തടസ്സങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള എന്തൊക്കെ ശത്രുവിൻ്റെ ഒരു തടസ്സമാണെന്നുള്ളത് അതൊക്കെ മാറ്റി നിങ്ങൾക്ക് വിജയിച്ച് വരാൻ പറ്റും. 6 of Wands വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഉള്ള തടസ്സങ്ങളൊക്കെ മാറും. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഈ പൈസയുടെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇതിനകത്ത് കാണിക്കുന്നത്. വേറെ ഒരു കുഴപ്പമില്ല. അപ്പം സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയത്തിൽ എത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ശത്രുവിൻ്റെ ഇത് മാറ്റാൻ വേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് പ്രാർത്ഥിച്ച്, കുറച്ചല്ല നല്ലതുപോലെ പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥിച്ച് നടക്കാൻ നോക്കുക. ഇന്നൊരു ദിവസത്തെ എനർജിയായി കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം കാണിക്കുന്നില്ലായിരുന്നു എന്ത് പക്ഷേ ഇന്ന് നല്ലോണം കാണിക്കുന്നുണ്ട്. എന്തോ ഒരു നല്ല കൂടെ ഉള്ളവരുടെ തന്നെ ഒന്നീ ജോലി സ്ഥലത്തെ ഇല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ കൂടെ ഉള്ളവരുടെ തന്നെ എന്തോ ഒരു നല്ലൊരു ശത്രുത കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുത്താൽ തന്നെ നിങ്ങളുടെ ഈ പൈസയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായും മാറിക്കിട്ടും. നിങ്ങൾ വിജയിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് അത്ര സ്ട്രെങ്ത്ത് കഴിവുള്ള ആൾക്കാരുമാണ്. പിന്നെ 6 of Wandsൻ്റെ എനർജി വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നേറി വിജയിച്ച് വരാൻ പറ്റും. 3 of Pentaclesൻ്റെ ഒക്കെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ പൈസയിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് അതിനുവേണ്ടി ഓരോരുത്തരുടെ ഉപദേശം തേടുന്നുണ്ട്. അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ. എന്നിട്ട് പോലും നിങ്ങൾക്കൊന്നും ആകാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഇതുകൊണ്ടാണ് ഈ ഒരു എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലുണ്ട്. അതിൻ്റെയാണ് നിങ്ങൾ ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അത് ചെയ്യാത്തവരാണെങ്കിൽ പ്രാർത്ഥിച്ചു, അത്രയും മതി. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം
നല്ലതായിട്ട് വരും, പോസിറ്റീവായിട്ട് വരും. ഇത് ഇന്നൊരു ദിവസത്തെ എനർജി മാത്രമാണ്. പക്ഷെ അതാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിജയിച്ച് വരാൻ പറ്റും. ഇതൊക്കെ മാറ്റി തരണം ചെയ്ത് നിങ്ങൾക്ക് വിജയിച്ച് വരാൻ പറ്റും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് ഇന്നത്തെ റീഡിങ്. താങ്ക് യു.